ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മളിന്ന് പയ്യന്നൂർ നമ്മൾ വന്നായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ. അതുപോലെ നമ്മളിന്ന് മാടയപ്പാറയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. നമ്മളിവിടെ രാജൻ വിട്ടിട്ട് നമ്മളെ കൂടെ ആരിഫ് വന്നിട്ടുണ്ട്. ആരിഫും ഞാൻ നെക്കി അഭിനവായിട്ട് നമ്മൾ മാടയപ്പാറ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. കഴിഞ്ഞ വട്ടമാണെങ്കിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് എന്നുവെച്ചാൽ ആ ടൈമിൽ ചൂടുകാലമായിരുന്നു. എന്നുവെച്ചാൽ ചൂടുകാലം ആ ടൈമിലാണെങ്കിൽ ഇതില്ലായിരുന്നു, പൂവും സംഭവമൊന്നും ഇല്ലായിരുന്നു. അന്നേരം നമുക്ക് ഒരു വൈബ് കിട്ടിയില്ല. ആ ടൈമിൽ നമുക്ക് വലിയ വൈബ് കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്തായാലും പയ്യന്നൂർ വരെ വന്നില്ലയോ, അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ജസ്റ്റ് ചില്ലൊക്കെ അടക്കി വരാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആരും ഇല്ലായിരുന്നു തോന്നുന്നു, ഇത്ര കാറൊന്നും കിടപ്പൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി വിഷ്വൽസ് നമുക്ക് കണ്ടു നോക്കാം സംഭവം എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ആരിഫേ, എങ്ങനെയുണ്ട് സംഭവം? കൊള്ളല്ലേ? ഒരു സംഭവം നമുക്ക് ഒരു റിലാക്സ് ആവാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം കേട്ടോ. നമുക്ക് കപ്പിൾസായിട്ട് വരാനോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ച് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലം. സത്യം പറഞ്ഞാൽ താഴെയൊക്കെ മഴ പെയ്തേ താഴുന്നുണ്ടോ ചില ഭാഗത്ത് കല്ലും കാര്യങ്ങളൊക്കെ. അതാ മാടയപ്പാറ എന്ന് പറയുന്നത്. ഫുള്ള് പാറ പോലെ ഉണ്ടോ, ചെറിയ ചെറിയ പാറ പോലെയാണ്. ഇതാണ് മാടയപ്പാറ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വട്ടം വന്നപ്പം ഇതുപോലെ ഫുള്ള് റഷായിരുന്നു. വെച്ചാൽ ഫുള്ള് ഇതുപോലെ പോച്ചയൊന്നുമില്ല, ഫുള്ള് ഉണങ്ങി കരിഞ്ഞില്ല, ഡെസേർട്ട് പോലെ ഇല്ല. അതും ആ ഒരു ടൈപ്പിലായിരുന്നു കിടന്നത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മഴയൊക്കെ പെയ്ത് കുറച്ച് നല്ല ഈ പൂവിടെ എന്തോ പേരൊക്കെ പറയും. ഈ പൂവിൻ്റെ പേരില്ലടാ, കാക്കപ്പൂവോ? അങ്ങനെ കാക്കപ്പൂ, എന്തൊക്കെ പേരാ, പൂവ് കാക്കയോ മുയലോ ഏതോ പൂവൊക്കെ ഉണ്ട് ഇവിടെ. ആരിഫേ, നമ്മുടെ കരുനാഗപ്പള്ളി ഇങ്ങനെയുള്ള പൂ കണ്ടിട്ടുണ്ടോ നീ? ഇങ്ങനത്തെ ഒരു പൂ കണ്ടിട്ടില്ല. നമ്മൾ കാക്കപ്പൂ എന്ന് പറഞ്ഞ പൂവുണ്ടോ കരുനാഗപ്പള്ളിയിൽ? ഇല്ല. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ കാക്കപ്പൂ എന്ന് പറയുന്ന സംഭവം കേൾക്കുന്ന കേട്ടോ. സംഭവം കൊള്ളാം, ഒരു വൈബ് സ്ഥലം കണ്ടോ. നമുക്ക് അവിടെയൊക്കെ വന്നിരിക്കാം. ബീച്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ലുക്കുണ്ട്. അല്ല, അവിടെ മലയാണെന്ന് തോന്നുന്നത് അല്ലേടാ ആരിഫേ? അവിടെ മല ഉണ്ടോ? പിന്നെ ഇവിടെയാണ് കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ. നമ്മുടെ നിക്കി ഇതുകൊണ്ട് പോകുന്നു. അവനെന്തോ ഡിപ്രഷനാണെന്ന് തോന്നുന്നു, ഒറ്റയ്ക്കൊക്കെ പോകുന്നു. പിന്നെ ആണെങ്കിൽ കാണാനുള്ളതെന്ന് വെച്ചാൽ ഫുള്ള് അവിടെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പം നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് വെച്ചാൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വണ്ടി ഇത് വഴിയത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ അപ്പുറത്തും സ്പോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് നേരെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എനിക്ക് ഫുള്ള് ചെളിയാടാ. എല്ലാവരും റോഡിൽ ചവിട്ടി തേച്ചിട്ട് കാറ് കയറാവുള്ളു. കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. അവൻ അവിടെ നിന്ന് ഇരുന്നെന്ന്. ഗൈസ്, ഇതാണ് കാക്കപ്പൂ പറയുന്നത്. ഇത് കാക്കപ്പൂ എന്ന് പറയാൻ എന്തോ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്തോ കാക്കയെപ്പോലെ ഇരിക്കുന്നുണ്ടോന്നോ അതോ എന്തോ സംഭവം? ഇത് എനിക്ക് മനസ്സിലായില്ല. കാക്കയപ്പൂ എന്ന് പറയാൻ എന്തോ കാരണം എന്ന് അറിഞ്ഞൂടാ. എനിക്കൊന്നും ഇതിന് വലുതാവൂടാ ഈ സംഭവം. ഇത്രേ ഉള്ളു. കൊള്ളാം കേട്ടോ. ആണ്ടെ ഇതൊക്കെ സൈഡ് ഫുള്ള് അവിടെ അതാ അവിടെ അവൻ ഇരിക്കുന്നിടത്ത് ഫുള്ളുണ്ടോ. കൊള്ളാം, സംഭവം കൊള്ളാം. ഇതിനെ കൊള്ളാം. ഇതിൻ്റെ മേലെ എന്തോ ചെറിയൊരു സാധനം ഉണ്ടോ. എന്തോടെ ഇത്? നമ്മൾ ഈ സത്യം പറയും ഇങ്ങനെ കണ്ടിട്ട് ഒരു പീക്കോക്കില്ലേ, മയിൽ അതുപോലെ ഉണ്ട്. കൊള്ളാം. ഞാൻ ആരിഫായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കേട്ടോ. ആരിഫ് പോസ് കൊടുത്തു തന്നില്ലേ? പാവം നിൽക്കി അവിടെ ഡിപ്രസ് ആയതുകൊണ്ടാ ഒറ്റയ്ക്ക് ഇരിക്കുന്നു പാവം. മോനെ വാടാ. കൊള്ളാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, പണ്ടത്തെ കാട്ടിലും കുറച്ചുകൂടെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അഭിനവും നിൽക്കി അവിടെ കുറച്ച് വൈബ് അടിച്ചിരിക്കാൻ തോന്നുന്നു ഇല്ലടാ. ചായ കുടിക്കാൻ പോയാലോ? പിന്നെയാണെങ്കിൽ കണ്ടോ ചെറിയ ചെറിയ പാറ ഉണ്ടോ. ഇതാ സംഭവം. മെയിനായിട്ട് മാടയപ്പാറ വരാൻ പാറ കാരണമാണോ? നമുക്ക് കണ്ണൂർ ജീവിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ചോദിക്കാം എന്താണ് ഈ മാടയപ്പാറ എന്ന് പറഞ്ഞ കാരണം? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാവോ? അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും മാടയപ്പാറ എന്നുള്ള പേരൊക്കെ വന്നത് കേട്ടോ. സംഭവം കൊള്ളാം. ഒരു ശാന്തമായ ഒരു മഴയൊക്കെ പെയ്താൽ സെറ്റ് ആയിരിക്കും ഇല്ലടാ. മഴയൊക്കെ പെയ്ത് ഒരു വൈബായിരിക്കും. ഫുട്ബോൾ കളിക്കാനൊക്കെ നൈസായിരിക്കും അവിടെ നിന്നില്ല. പക്ഷേ ബൂട്ടില്ല, കളിക്കരുത്. കാല് പറഞ്ഞാണ് പാറയ്ക്കകത്തിരിക്കും. ഒന്നാമത്തെ കാര്യം അതാ. നമ്മളില്ല മലയില്ല, പണ്ട് നമ്മളില്ല മലയിൽ പോയില്ലടാ. അതിൽ പൈതൽമലല്ലോ, പൊന്മുടി പോയില്ലേ? പൊന്മുടി പോയപ്പോൾ നമ്മൾ ഇങ്ങനെ പാറ കയറിയല്ലേ പോയത്. ആ ഒരു ഫീലുണ്ടല്ലേ? എവിടെ ഫുട്ബോൾ കളിക്കുന്നത്? അതിൽ ലഞ്ചല്ലയോ അവിടെ ഡാൻസ് കളിക്കുന്നു പിള്ളേർ. നമുക്ക് അവിടെ പോയി ഡാൻസ് കളിച്ചാലോ? എവിടെ? നമുക്ക് അവിടെ പോകണം. അവിടെ ഏത് കുളം ഉണ്ടോ അവിടെ ഉണ്ട്. ബാ, നമുക്ക് നേരെ കുളത്തിലേക്ക് പോകാം. കുളത്തിൽ ചാടാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ് ഞാൻ ചാടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കുളത്തിലേക്ക് പോകാം. ബാ, കമോൺ.
ഗൈസ് നമ്മൾ വന്നപ്പോൾ എന്തോ ഒരു വലിയൊരു സംഭവം കണ്ട് എന്തോ കെട്ടിയൊക്കെ വെച്ചേക്ക്. എന്ത് കൊള്ളാമത്? ഒന്നുമില്ല ഗൈസ്, നമ്മളെ പറ്റിച്ചു. കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ല. കൊള്ളാം. ഇവിടെ വരുന്നവരും മിക്കവാറും ഫാമിലി ആയിട്ടാണ് വന്ന് കളിക്കുന്നുണ്ട്. ഫാമിലി പിള്ളേരായിട്ട് കൊണ്ട് കളിക്കണ്ടോ? കുറേ പിള്ളേർ അവിടെ കൊണ്ട് കാക്കപ്പൂവൊക്കെ പറിച്ചുകൊണ്ടൊക്കെ കൊണ്ട് പോകുന്നു. ഇവിടെ ഫാമിലി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വരും. ഒരു റിലാക്സേഷൻ, വൈകിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു വൈബ് കിട്ടാൻ വേണ്ടി. ഇതാണ് കുളം. അപ്പോൾ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റത്തില്ലല്ലോ, നല്ല ആഴമുണ്ടായിരിക്കും. ഇതുപോലത്തെ കുളമായിരുന്നു. ഇതല്ലേ വേറെ കുളമുണ്ടോ ഇനി? ആടെ ഇറങ്ങാൻ പറ്റൂടാ. ആഴം നല്ല ആഴം കാണുമോ? വലിയ ആഴം കാണുമോ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇനി നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. കണ്ണൂരിലെ ചായ കടിയും ഇല്ലടാ, കണ്ണൂരിലെ ചായയും കടിയാണ് നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇല്ലായിരിപ്പേ അത് തന്നെ. നമുക്ക് നേരെ ചായക്കടയിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഇവിടുത്തെ എക്സ്പ്ലോർ ഓരോന്നും കഴിഞ്ഞു. ഇപ്പോൾ ഇരുട്ടായി വരുന്നുണ്ട്, ലൈറ്റൊക്കെ പോകും. അതിന് നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം, അതാണുള്ളത്.